ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്കുണ്ടല്ലോ ഒരുപാട് വിശ്വാസങ്ങളുണ്ടല്ലോ. ഈ വിശ്വാസത്തിൻ്റെ ഒക്കെ പുറകിൽ ഒരുപാട് ആചാരങ്ങളും നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതായത് നൂറ്റാണ്ടുകളോളം പഴക്കം ഉണ്ടാകും ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത്. വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു വശം തന്നെയാണ് ഈ ആചാരങ്ങളും. അപ്പോൾ എന്ന് വെച്ചാൽ അത് പല രീതിയിലുള്ളതാണ്. അത് കാലങ്ങൾക്കനുസരിച്ച് ചിലതൊക്കെ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇന്നും നമ്മൾ പരമ്പരാഗതമായ ആചാരങ്ങൾ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു ആചാരമാണ് നമ്മുടെ മഞ്ഞടുക്കം തുളൂർ വന ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂവും കൊണ്ടുവരുന്ന ഒരു ആചാരം. അതായത് കാഞ്ഞങ്ങാട് സൈഡിൽ നിന്ന് ഒരു 50 കിലോമീറ്ററോളം കാൽനടയായിട്ട് പൂവും കൊണ്ടുവന്ന് ഇവിടുത്തെ കലശത്തിനുള്ള പൂവ് കൊണ്ടുവരുന്ന ഒരു ടീമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരാചാരം എന്താണെന്നുള്ളതും അത് എങ്ങനെയാണ് അവർ വരുന്നത് എന്നുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. നമ്മളെ പൂക്കാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന നമ്മുടെ കുഞ്ഞുമാണിക്കം വല്യമ്മയാണിത്. അപ്പോൾ വല്യമ്മയോട് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഹിസ്റ്ററിയും കാര്യങ്ങളും അറിയും. അപ്പോൾ ഇത് ഈ പൂക്കാറ് അതിൻ്റെ ഒരു കഥ ഒന്ന് പറഞ്ഞു തരുമോ, നമുക്ക് അറിയുന്ന രീതിയിലല്ലേ? അവർ രാവിലെ ആടെ കഴകത്ത് വിളക്കം വെച്ചിട്ട് കിയ്യോലോ. അപ്പോൾ ഇവിടെ അന്ന് തന്നെ എത്തണം. ഇപ്പോൾ കേൾക്കൂല, നടന്നിട്ട് എത്തണം. അപ്പോൾ ബൈക്ക് പണ്ടേലും ഇപ്പോലെ ചായയും വെള്ളമെല്ലാം ഉണ്ടല്ലോ, പണ്ടൊന്നും ഉണ്ടായില്ല. ധർമ്മ വെള്ളം കൊടുക്കലും ഉണ്ടാവും എവിടെയെങ്കിലും, അതെവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ബൈക്കിലെ വീട്ടുകാരിങ്ങനെ നേർച്ചയാക്കി പൂക്കാറ് പോകുമ്പോൾ ഞങ്ങൾ കഞ്ഞി കൊടുക്കാറ്. അങ്ങനെ ഇങ്ങനെ അങ്ങോളം ഇത് നേർച്ച പറഞ്ഞിട്ട് കൊടുക്കുന്നു, എല്ലാവർക്കും കഞ്ഞി കൊടുക്കുന്നു. അപ്പോൾ ഇവ എപ്പോൾ എവിടുന്ന് വരുന്നത് ശരിക്കും? ഒരു അടോട്ടിന്ന് കുറച്ചാട് വരും, കഴകത്ത്. അടോട്ട് കഴകം, പിന്നെ ഇവിടെ കേക്കുംകര, പിന്നെ ബാത്തൂർ, ഈ 3 കഴകം ആടുന്ന് വരുന്നത് അല്ലേ? നടന്നിട്ട് വരുന്നവർക്ക് നമ്മ ഒരു നേർച്ച പറഞ്ഞിട്ട് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ നേരെ പോകുന്ന കിഴക്കൂലം തെയ്യത്തിൻ്റെ. ഇത് എന്തിനീ പൂ കൊണ്ടുപോകുന്നേ? പൂ കൊണ്ടുവന്ന് കലശത്തിന്. അടുത്ത ഈ പൂ കൊണ്ടുപോയിട്ട് വേണം അടുത്ത കലശവും കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ അടോട്ട് ഈ 3 സ്ഥലത്ത് നടന്നിട്ട് വരുന്ന വഴിക്ക് നമ്മ അത് ഇവിടെ മാത്രമേ നിൽക്കലില്ലോ അവർ? ഇവിടെ മാത്രമേ നിൽക്കലില്ലോ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കിടക്കും അവർ. ഇവിടെ വന്ന് കിടന്നിട്ട് രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് നടക്കും. അതായത് പണ്ട് ഇത്രയും കിലോമീറ്റർ നടക്കുമ്പോൾ ഒരു ഇടയ്ക്കൊരു നമ്മളൊരു വിശ്വാസം ഇട്ട് പണ്ടേലും ഓല മടഞ്ഞു ശരി ഓലയിൽ കിടക്കും. അങ്ങനെ കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ഭക്ഷണം മോണ്ടി കൊടുക്കില്ല, പണ്ടേ രാവിലെ കൊടുക്കല്. ശരി. ഇപ്പം മോണ്ടിക്കും കൊടുക്കുന്നു ഭക്ഷണം. വേറെ ആള് അവിടുന്ന് പോകുമ്പോൾ അപ്പ വേറെ ഒരു സ്ഥലത്തേക്ക് മാറി, സ്ഥലം വിട്ടു മാറി. അപ്പ കൊടുത്തോണ്ടുണ്ടായിരുന്നു തൂങ്ങല്. അപ്പോൾ ആടത്തേക്ക് കുന്നുകയറ അപ്പേക്ക് കയ്യ. അപ്പോൾ പൂക്കാറ് കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കണ്ടായിരിക്കും പറഞ്ഞു എവിടെയെങ്കിലും വെക്കുന്ന വീട്ടിൽ ഇങ്ങ് പോയിട്ട് അടക്കൂട്ടിയാൽ മതി. അപ്പോൾ അവർ വന്നിട്ട് നമ്മളപ്പോൾ കൊടുക്കും. അപ്പോൾ അവരെ കഞ്ഞി മോണ്ടി കൊടുക്കുന്നു. എത്ര കൊല്ലമായിട്ടുണ്ടോ അപ്പയുടെ വന്നിട്ട് 10 കൊല്ലമായി. അല്ല അങ്ങനെയല്ല, ഈ ഇവര് വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ വരുമ്പോഴൊക്കെ ഉണ്ട്. പക്ഷെ ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? 100 കൊല്ലം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് തന്നെ 64 കൊല്ലമായി. അപ്പോഴേ ഉണ്ട്. അപ്പം അത് പണ്ട് മുതലേ ഉണ്ട്. 100 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഉണ്ടല്ലേ. അപ്പോൾ അതൊരു ആശ്വാസം. അപ്പം നടന്നു വരുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നടന്നു വരുമ്പോൾ. ഇതിന്റെ വേറെ ആചാരം എന്തെന്ന്? ആചാരം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല. പിന്നെ നമ്മ ഇവിടെ വൃത്തിയിലാക്കണം, വാലാമ പോലെ ഒന്നും ആയിക്കൂടോ. ശരി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇത് പണ്ടിലപ്പം ഉണ്ടാക്കി വെച്ച ഒരു ആചാരമാണ്. നടന്ന് പൂ കൊണ്ടുപോയിട്ട് ആ തറവാട്ടിൽ പൂ കൊണ്ടുപോയിട്ട് അവിടെ കലശം ഇതാക്കണം എന്നില്ല. അന്ന് റോഡും കാരും ഇല്ലാത്ത സമയത്ത് കാട്ടിലെല്ലാം നടന്നിട്ടായിരിക്കും പോകുന്നത്. വണ്ടിയിൽ പോയില്ല, എപ്പോഴും നടന്നിട്ട് തന്നെയല്ലേ പോകുന്നത്. പാലക്കൊട്ടയിൽ പൂവാക്കിയിട്ട് നടന്നിട്ട് പോകുന്നു. അവരും കുറച്ച് ബാല്യക്കാരും കൂടി നടക്കും. ശരി. ബാക്കിയെല്ലാം അച്ഛന്മാരെല്ലാം വയസ്സം പറയും. പ്രായമനുസരിച്ച് പുതിയ തലമുറയിലെ ആൾക്കാർ വരുന്നില്ലാന്ന് തോന്നല്ലേ? ചെറുപ്പക്കാരെല്ലാം കുറഞ്ഞു നടക്കാൻ കഴിയാ. അതന്നെ. ഇത് ഏകദേശം 50 കിലോമീറ്ററിന്റെ അടുത്ത് നടക്കാനുണ്ട് കിഴക്കൊല്ലത്തേക്ക് എത്തുമ്പോൾ. ഈ പൂക്കാറ് അവിടെ എത്തണോളം തെയ്യം എണീക്കാൻ. അതെല്ലേ, തെയ്യം കെട്ടി ചുറ്റി ഇരിക്കുമല്ലോ പൂക്കാറ് കാട്ടി. ശരി. അങ്ങനെ 4 മണിയാകുമ്പോൾ അപ്പിയാട്ട് എത്തും. ഇവരെത്തിയിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. ശരി. പണ്ടത്തെ കുറേ ആചാരം, അതിൻ്റെ ഒരു കാര്യം. ഇവിടെ വന്നിട്ട് അവർ ഇവിടെ കിടന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് രാവിലെ കുളിച്ചു ഭക്ഷണം കഴിച്ച് പോകും. ശരി. അപ്പോൾ എല്ലാവരും വട്ടം കൂടിയപ്പോഴെല്ലാം തൂകാൻ പൈസ കൊടുക്കും. ശരി. തെയ്യത്തിന് തൂകാനുള്ള പൈസ കൊടുക്കും. ശരി. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. ഈ നമ്മളെ ഇവിടെ വരുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ബാക്കിയിലിപ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ടാവും അതിൻ്റെ വഴിക്കിൽ. ഇവിടുന്ന് പോകുന്ന വഴിക്ക് പിന്നെ വേറെ എവിടെയെങ്കിലും കഞ്ഞി കുടിക്കാൻ കയറും. അതല്ലേ, നേർച്ച അവിടെ പോയി ഇരുന്നിട്ട് എണീക്കുമല്ലോ. നമ്മളൊരു വിശ്വാസത്തിന്റെ പേരിൽ പറയുന്ന ഒരു നേർച്ചയാണ് ഇത്.